അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പല കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഫിത്ർ സക്കാത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ സക്കാത്തിനെയൊക്കെ പലരും കമ്മിറ്റികൾ സ്വരൂപിച്ച് അതിനെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും കിറ്റ് നൽകാൻ വേണ്ടിയും ഇങ്ങനെയുള്ള പലതിനും ഉപയോഗിക്കുന്നുണ്ട്. അത് സ്വഹിയാകുമോ, അവർക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുമോ തുടങ്ങിയുള്ള കുറേ ചോദ്യങ്ങളാണ്. എല്ലാറ്റിനും കൂടി ആയി ഈ ഒരു മറുപടി പറയുകയാണ്. ഒന്നാമത് പറയാനുള്ളത്, സക്കാത്ത് എന്നത് നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഒരു ഇബാദത്താണ് സക്കാത്ത്. അതിന് പല ഷർത്തുകളും ഫർളുകളും ഒക്കെ ഉണ്ട്. നമ്മൾ വളരെ ആത്മാർത്ഥമായി അരമണിക്കൂർ സമയം ളുഹർ ബാങ്ക് കൊടുത്ത് ഒരു മൂലയിൽ ഇരുന്ന് കരഞ്ഞ് ദുആ ചെയ്താൽ അത് നിസ്കാരമാവില്ല. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും അനുസരിച്ച് തന്നെ നിർവഹിച്ചാലേ അതിൻ്റെ ബാധ്യത വിടുകയുള്ളൂ. എന്നതുപോലെ സക്കാത്തിന് നമ്മൾ ആത്മാർത്ഥമായി ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ പണം കൊടുത്തത് കൊണ്ട് മാത്രം സക്കാത്ത് വിടുകയില്ല. അതിന് ചില ഷർത്തുകളും ഫർളുകളും ഒക്കെ ഉണ്ട്. അത് പാലിക്കപ്പെടണം എന്നതാണ് ഒന്നാമതായി ഈ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമതായി ആമുഖത്തിൽ പറയാനുള്ളത്, പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനുള്ള ഇസ്ലാമിൻ്റെ ഒരു ഏക മാർഗമാണ് സക്കാത്ത് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സക്കാത്ത് അങ്ങനെയല്ല. സക്കാത്ത് പല സമ്പത്തുകളുടെയും ശുദ്ധീകരണത്തിന് വേണ്ടി, അതുപോലെ ശരീരത്തിൻ്റെ ശുദ്ധീകരണത്തിന് ഫിത്ർ സക്കാത്തുമൊക്കെയാണ് നിർബന്ധമാക്കപ്പെട്ടത്. പാവങ്ങളെ സംരക്ഷിക്കാൻ ഇസ്ലാമിൽ മറ്റൊരു മാർഗമുണ്ട്. അത് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ മുതലാളിമാരായ ആളുകൾക്ക്, ആ നാട്ടിലെ വീടില്ലാത്തവർ, ഭക്ഷണത്തിന് വകയില്ലാത്തവർ, മരുന്നിന് ചികിത്സയ്ക്ക് വകുപ്പില്ലാത്തവരൊക്കെ സഹായിക്കൽ ഫർള് കിഫായിയാണ്. അഥവാ അത് നിർവഹിച്ചില്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാ മുതലാളിമാരും കുറ്റക്കാരാകും. എല്ലാ മുതലാളിമാരുടെയും നിർബന്ധമായ ഒരു ബാധ്യതയാണ് നാട്ടിലെ ഇത്തരം പാവങ്ങളെ അവരെ സംരക്ഷിക്കുക എന്നത്. അതിന് വർഷം തികയേണ്ട പ്രശ്നമില്ല, അതിന് സമ്പത്തിന് നിസാബെത്തിയോ എന്ന് നോക്കേണ്ട പ്രശ്നമില്ല. മുതലാളിയാണോ അയാൾക്ക് നിർബന്ധമാണ്. ഇതാണ് ഇസ്ലാമിൽ അതിനുള്ള മാർഗം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടെ തുഫയിൽ 9-ാം ജുസിലൊക്കെ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മാർഗം അതായിരിക്കെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതിനുകൂടി സക്കാത്തിൻ്റെ സമ്പത്തിനെ തിരിമറി നടത്തുകയാണ് ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് നിർമ്മാണത്തിന് വേണ്ടി, അതുപോലെ തന്നെ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ സക്കാത്തിനെ മാറ്റിവെക്കുകയും അത് വാങ്ങി സെല്ലുകളിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കുകയും മറ്റൊരു ഫർളായ ബാധ്യതയിൽ നിന്ന് മുതലാളിമാർ സ്വന്തം രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ചില ആളുകൾ അവരെ ഈ ഉത്തരവാദിത്വത്തിൽ രക്ഷപ്പെട്ടു എന്ന് തോന്നിപ്പിക്കുകയോ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ആ ഉത്തരവാദിത്വം വീണ്ടും അവിടെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അക്കാര്യം ജനങ്ങളെ തെര്യപ്പെടുത്തി അതിനുവേണ്ടി പഴയ കാലത്തൊക്കെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് ആ ഉത്തരവാദിത്വം സക്കാത്തിലൂടെ നിർവഹിക്കാമെന്ന ചില മൗഢ്യമായ ധാരണകൾ ആരോ തെറ്റിദ്ധാരണയിലൂടെ എത്തിച്ചിരിക്കുകയാണ്. സക്കാത്ത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൻ്റെ ഷർത്തുകളും ഫർളുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അത് നിർവഹിച്ചെങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. സക്കാത്ത് നൽകാനുള്ള മാർഗങ്ങൾ ശറയിൽ 3 മാർഗമാണുള്ളത്. ഒന്ന്, ഇസ്ലാമിക ഗവൺമെൻറ്റിന് അത് പിരിച്ചു നൽകാനുള്ള മാർഗമുണ്ട്. പക്ഷേ അത് നമ്മുടെ നാടുകളിലൊന്നും ഇല്ലല്ലോ. രണ്ടാമത്തെ മാർഗം, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം, ആരാണോ സക്കാത്ത് കൊടുക്കുന്നത് എങ്കിൽ അവർ തന്നെ അത് നേരിട്ട് നൽകുക എന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മാർഗവും ഏറ്റവും സൂക്ഷ്മമായ മാർഗവും ഒക്കെ അതാണ്. പിന്നെ വേണമെങ്കിൽ 1-2 വ്യക്തികളെ, 1-2-3 ഒക്കെ വ്യക്തികളെ വക്കാലത്താക്കാം. അങ്ങനെയൊരു മാർഗവും ഇസ്ലാമിലുണ്ട്. ഈ വ്യക്തികളെ വക്കാലത്താക്കുക എന്ന് പറഞ്ഞത് നിർണിത വ്യക്തികളായിരിക്കണം. കമ്മിറ്റി പോലെ ആയാൽ അത് സാധുവാവുകയില്ല. കാരണം കമ്മിറ്റി എന്നത് നിർണിത വ്യക്തികളല്ല, അവർ മാറാം. അതുപോലെ തന്നെ കമ്മിറ്റിയിൽ തന്നെ പ്രസിഡന്റിന് കൊടുത്ത് സെക്രട്ടറി കൈകാര്യം ചെയ്യാം, സെക്രട്ടറി ട്രഷറർ കൈകാര്യം ചെയ്യാം, അതുപോലെ തന്നെ സെക്രട്ടറി മാറാം, പ്രസിഡന്റ് മാറാം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒരിക്കലും കമ്മിറ്റി അതാവുകയില്ല. അതിന് പുറമെ കൊടുത്ത വ്യക്തിക്ക് അവർ ഈ വക്കാലത്ത് നൽകപ്പെട്ട വക്കീലിങ്ങൾ അത് നിർവഹിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഏത് നിമിഷവും ഞാനത് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയും ഉണ്ട്. കമ്മിറ്റികൾക്ക് കൊടുത്താൽ അയാൾ കൊടുത്തത് ഒരിക്കലും അവിടെ പ്രത്യേകമായി സൂക്ഷിച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സാധനം തന്നെ തിരിച്ചു കൊടുക്കുക അതും സാധ്യമല്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുത്താൽ അത് വീടുകയില്ല. ഇക്കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. നമ്മുടെ നിർബന്ധമായ നിസ്കാരം ഒഴിവാക്കിയതുപോലെ, നോമ്പ് ഒഴിവാക്കിയതുപോലെയുള്ള വലിയൊരു കുറ്റം നമുക്ക് സക്കാത്ത് ഒഴിവാക്കിയാലും ഉണ്ടാവും. നമ്മൾ പണം കൊടുത്തത് കൊണ്ട് മാത്രം ആയില്ല. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വക്ത നിസ്കാരത്തിന് സമയം അരമണിക്കൂർ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താലും നിസ്കാരം ഒഴിവാക്കിയതിന് കുറ്റം അവിടെ ഉണ്ടാകും. നിസ്കാരത്തിന് നിബന്ധനകളോട് തന്നെ അത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്.
മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സക്കാത്തിന്റെ സ്വത്തുക്കൾ അത് ആർക്കാണോ ആരാണോ അതിന് അവകാശികളെങ്കിൽ അവരുടെ പണമാണ്. വർഷം തികഞ്ഞാൽ അത് അവരുടെ പണമാണ്. അത് എന്തിന് ചെലവാക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവർക്കാണ്. നമ്മളത് കൊണ്ടുപോയിട്ട് പാവപ്പെട്ടവന് വീടുണ്ടാക്കാൻ വേണ്ടി കല്ല് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അവർ സിമെന്റ് വാങ്ങിക്കൊടുക്കുക എന്നത്, അല്ലെങ്കിൽ അവർക്ക് കിറ്റ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അവൻ്റെ സ്വത്തിൽ നമ്മൾ കൈകടത്തലാണ്. തീർച്ചയായിട്ടും വലിയ അപരാധമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരാളോട് ഒരു പൈസ 10,000 രൂപ കടം വാങ്ങിയിട്ട് അവൻ്റെ വീട് പണി നടക്കുമ്പോൾ അവന് കല്ല് ആവശ്യമാണ് എന്ന് കരുതി ഞാൻ കുറച്ച് കല്ല് ഇറക്കി കൊടുത്തിട്ട് നിന്നോട് വാങ്ങിയ 10,000 എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? അതല്ലെങ്കിൽ വലിയ കിറ്റ് വാങ്ങി കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങളോട് വാങ്ങിയ കടത്തിൻ്റെ പൈസയ്ക്ക് ഞാനിതാ കടം വാങ്ങിയതിന് പകരം ഞാൻ കിറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? അവൻ്റെ പൈസയാണ്, എൻ്റെ പൈസ എന്തിന് ചെലവാക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമെന്ന് അവൻ പറയും. ഇതുപോലെ സക്കാത്തിൻ്റെ പൈസയും സമയമാകുമ്പോൾ തന്നെ അവരുടേതായി മാറിയിട്ടുണ്ട്. അവരുടേതായി മാറിയ പണത്തിനെ നമ്മൾ പിന്നെ എന്തിനു ചെലവാക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ മേൽ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്, അനീതിയാണ്, അവരുടെ സ്വത്തിൽ നമ്മൾ കൈകടത്തലാണ്. നമ്മുടെ സക്കാത്ത് അതുകൊണ്ട് വീടാതെ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വ്യാപകമായി അത്തരം പല കമ്മിറ്റികളും പല ക്ലബ്ബുകളുമൊക്കെ ഇത് പിരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഇത് വ്യാപകമായി നടക്കുകയാണ്. അതുപോലെ പലരും സംഘടനാ പ്രവർത്തനത്തിനും സംഘടനയുടെ പല കാര്യത്തിനും സക്കാത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കുകയാണ്. ഒരിക്കലും ആ സക്കാത്ത് വിടുകയില്ല. അതിൻ്റെ ഒരു നിബന്ധനയും അവിടെ പാലിക്കപ്പെടുന്നില്ല. അത് ഈ അവകാശികൾക്ക് മാത്രമുള്ളതാണ്. ഇസ്ലാമിക ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആമിലീങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അതിന് അവകാശമുണ്ട്. ഇസ്ലാമിക ഗവൺമെൻറ്റാണ് അത് നൽകുക. അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ സംഘടനകൾ ഇത് പിരിച്ചുകൊണ്ട് അവർ ഈ സക്കാത്തിന് ഇതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിന് കുറ്റക്കാരാണ് എന്നതിൻ്റെ പുറമെ ഈ സക്കാത്ത് നൽകിയ വ്യക്തികൾ അവരുടെ സക്കാത്ത് അതുകൊണ്ട് വിടുന്നില്ല. നമ്മളൊരാളെ വക്കാലത്താക്കിയാൽ ആ വക്കാലത്താക്കിയ ആൾ ഈ സക്കാത്ത് കൊടുക്കാതെ പോയാൽ നമ്മൾ സക്കാത്ത് വിടാതെ പോകുന്നു. നമ്മൾ സക്കാത്ത് കൊടുക്കാത്തവരായി നാളെ നരകാവാസികളുടെ ലിസ്റ്റിൽ പെടുമ്പോൾ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുതലാളിമാരും പ്രവാസികളുമൊക്കെ വളരെ ജാഗ്രതയായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സക്കാത്ത്, നിസ്കാരം, ഹജ്ജ് പോലെയുള്ള നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഇത് കൊടുക്കുന്നത് എന്ന് നോക്കണം. അതുമാത്രമല്ല, വ്യക്തികളെ കൊടുക്കുമ്പോൾ തന്നെ അതിന് നീയത്ത് വെക്കാൻ പ്രത്യേകമായി ഏൽപ്പിക്കണം. എന്നിട്ട് നമ്മുടെ സക്കാത്ത് 3 ആളുകൾക്ക് കൊടുത്തോ എന്ന് നോക്കണം. അതൊന്നുമില്ലാതെ എല്ലാവരുടെയും സക്കാത്ത് വാങ്ങി, അതുപോലെ തന്നെ പിതൃ സക്കാത്ത് അരി വാങ്ങുന്നതിന് പകരം പണം വാങ്ങി, ഷാഫി മദ്ഹബിൽ അങ്ങനെ ഒരു വകുപ്പ് പോലുമില്ല. മറ്റു മദ്ഹബിൽ സക്കാത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയെന്ന് പഠിച്ചിട്ട് വേണം മറ്റു മദ്ഹബിലേക്ക് നമ്മൾ പോകണമെങ്കിൽ. അതൊന്നും പഠിക്കാതെ മറ്റേതോ മദ്ഹബിൽ പണം കൊടുക്കണമെന്നൊരു അഭിപ്രായമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ആ അഭിപ്രായം മാത്രം പിടിക്കുകയും ബാക്കി ആ മദ്ഹബിൻ്റെ നിയമങ്ങൾ പഠിക്കാതിരിക്കുകയും ചെയ്താൽ അവിടെയും നമ്മുടെ സക്കാത്ത് വിടുന്നില്ല. അങ്ങനെ കൊടുത്താൽ തന്നെ ആ കൊടുക്കുന്നത് ഓരോരുത്തരും സക്കാത്ത് വേറെ വേറെ വെച്ച് അത് ഓരോരുത്തരുടെയും 3 ആളുകൾക്കെങ്കിലും ചുരുങ്ങിയത് 2ാം അഭിപ്രായം അനുസരിച്ചുകൊണ്ടെങ്കിലും വിതരണം ചെയ്ത് ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകൾ അതിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും പാലിക്കപ്പെടാതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ ഈ സക്കാത്ത് പിരിവുകൾ, കമ്മിറ്റികൾ, അതുപോലെ തന്നെ ചില സാംസ്കാരിക സംഘടനകൾ, റിലീഫ് സംഘടനകൾ ഒക്കെ പിരിക്കുകയും അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അത് വിതരണം ചെയ്ത് അവരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ സക്കാത്ത് അതുകൊണ്ട് വിടുകയില്ല. അതിലേക്ക് നമ്മൾ വേറെ നൽകുക, അത് നമ്മുടെ മറ്റൊരു ഉത്തരവാദിത്തമാണ്. സക്കാത്ത് എന്ന് പറയുന്നത് പലപ്പോഴും അത് കൊടുക്കേണ്ടത് പാവപ്പെട്ടവർ കൊടുക്കേണ്ട സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ മുതലാളിമാർ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന സന്ദർഭവും ഒക്കെ സക്കാത്തിലുണ്ട്. അതൊരു ഇബാദത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ഒറ്റമൂലിയാണ് എന്ന് ആരും വിചാരിച്ചു പോകരുത്. അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു പുതു മുസ്ലിം, ഉദാഹരണത്തിന് അംബാനി മുതലാളി നാളെ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാം. അയാൾ പാവപ്പെട്ടവനായിട്ടല്ല, അയാൾ പുതു മുസ്ലിം എന്ന വകുപ്പിൽ സക്കാത്ത് കൊടുക്കാം. അങ്ങനെ സക്കാത്തിന് അവകാശികളുണ്ട്. നാട്ടിലെ പള്ളിയുടെയോ മദ്രസയുടെയോ മറ്റോന്തോ ഒരു ഗത്യന്തര ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു വലിയ മുതലാളി കടം വാങ്ങിയിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചാൽ, അല്ലെങ്കിൽ 2 മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് തീരുമാനിച്ചാൽ ആ വകുപ്പിൽ കടക്കാരനെന്ന് പറഞ്ഞ് ആ മുതലാളിക്ക് സക്കാത്ത് കൊടുക്കാം. അയാൾ വലിയ മുതലാളിയാണ്. പക്ഷേ അയാൾ കടം വാങ്ങിയിട്ട് കൊടുത്താൽ ഈ വകുപ്പിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ, യോദ്ധാക്കൾ, മുതലാളിമാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ 10,000 രൂപയോ 1,00,000 രൂപ ഒരാൾ കടം വാങ്ങി ഒരു കച്ചവടം തുടങ്ങി, ആ കച്ചവടത്തിൽ ലാഭം ലഭിച്ചില്ലെങ്കിലും ഈ 1,00,000 കടമാണെങ്കിൽ പോലും ഈ സക്കാത്ത് കൊടുക്കേണ്ടവരുമാണ്. അപ്പോൾ സക്കാത്ത് എന്നത് മുതലാളിമാർ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രത്യേക മാർഗമല്ല, അത് പ്രത്യേക സ്വത്തിൻ്റെ ശുദ്ധീകരണം മാത്രമാണ്. അതിനുള്ള മാർഗം ഞാൻ ആദ്യം പറഞ്ഞതാണ്. അത് സക്കാത്തിൻ്റെ പ്രശ്നമില്ല, അതിൽ കൊല്ലം തികയുന്ന പ്രശ്നമില്ല, അത് സക്കാത്ത് കൊടുക്കേണ്ട സ്വത്താണോ അല്ല എന്ന് ചോദിക്കേണ്ട പ്രശ്നമില്ല. നാട്ടിലൊരു പാവപ്പെട്ടവൻ ഉണ്ടെങ്കിൽ, അവന് വീടില്ലെങ്കിൽ, അവൻ ചികിത്സയ്ക്ക് പണമില്ലെങ്കിൽ, അവൻ ഡയാലിസിസിൽ പോകുന്നവനാണെങ്കിൽ, അവൻ മറ്റു വല്ല കാര്യങ്ങളും നടത്തുന്നവനാണെങ്കിൽ അവർക്ക് ആ നാട്ടിലെ മുതലാളിമാർ നിർബന്ധമായും അത് കൊടുത്തിരിക്കണം. അവരുടെ നിർബന്ധമായ ബാധ്യതയാണ്. മുതലാളിമാർ എന്ന് പറഞ്ഞാൽ അവൻ്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധം
നിർബന്ധമായ ആളുകൾക്കും ഒരു വർഷം ജീവിക്കാൻ ആവശ്യമാകുന്ന സമ്പത്തിൽ കവിഞ്ഞ് സമ്പത്തുള്ളവരൊക്കെ ഈ വിഷയത്തിൽ മുതലാളിമാരാണ്, അവരുടെയൊക്കെ നിർബന്ധ ബാധ്യതയുമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി എല്ലാവരും ഉണർത്തുന്നു. നമ്മുടെ സക്കാത്ത് വിടാതെ പോയാൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കാരം ഒഴിവാക്കിയതുപോലെ, നോമ്പ് ഒഴിവാക്കിയതുപോലെ സക്കാത്ത് ഒഴിവാക്കുന്ന വലിയ കുറ്റക്കാരാകും. നമ്മളതിൻ്റെ പണം കൊടുക്കുന്നുണ്ട് എന്നിട്ടും നമുക്കത് വീടാതിരിക്കുകയും ചെയ്യുക എന്നത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് കൃത്യമായി അത് പഠിച്ച് അതിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ട് മാത്രമേ കൊടുക്കാവൂ എന്ന് മാന്യ മഹാജനങ്ങളോട്, മുസ്ലിങ്ങളോട് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾക്കൊക്കെയുള്ള ഉത്തരം ഇതിലുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.